നമസ്കാരം. ഫുക്രിയിലേക്ക് സ്വാഗതം. ജേസൺ ഹോൾഡർ ഇന്നലെ നടന്ന ഗുജറാത്ത് ടൈറ്റൻസ് RCB മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസ് 4 വിക്കറ്റിന് ജയിക്കുകയും അതിൽ പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. 2 വിക്കറ്റ് എടുത്തു, 3 ക്യാച്ച് എടുത്തു. അങ്ങനെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ 12 റണ്ണും അദ്ദേഹം അടിച്ചു. അത് നിർണായകമായിരുന്നു ഗുജറാത്തിൻ്റെ വിജയത്തിൽ. RCB 155 റണ്ണാണ് എടുത്തത്. 156 റണ്ണ് എടുക്കാൻ 6 വിക്കറ്റ് നഷ്ടപ്പെടുത്തി ഗുജറാത്ത് ടൈറ്റൻസ്. വളരെ ടൈറ്റായിരുന്നു കളി. ഒരു ഘട്ടത്തിൽ ഗുജറാത്ത് തോൽക്കുമോ എന്ന് പോലും തോന്നിയിരുന്നു. പക്ഷേ അവിടെ നിന്ന് ജയിച്ചതിൽ ജേസൺ ഹോൾഡറിൻ്റെ 12 റണ്ണ് വലിയ പങ്കുണ്ട്. അപ്പോൾ ആ നിലയിൽ കൂടി അതുകൂടി പരിഗണിച്ചായിരിക്കണം അദ്ദേഹമാണ് പ്ലെയർ ഓഫ് ദ മാച്ചായി തിരഞ്ഞെടുക്കപ്പെട്ടത്. പക്ഷേ അദ്ദേഹം എടുത്ത 3 ക്യാച്ചുകളിൽ ഒരു ക്യാച്ച് വലിയ വിവാദത്തിലാണ്. രജത് പട്ടിദാറുടെ RCBയുടെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിൻ്റെ ക്യാപ്റ്റൻ, വലിയ ഫോമിലുള്ള, മികച്ച ഫോമിലുള്ള, മിന്നും ഫോമിലുള്ള രജത് പട്ടിദാറുടെ ക്യാച്ചാണ് ജേസൺ ഹോൾഡർ എടുത്തതാണ് വിവാദത്തിലായിരിക്കുന്നത്. 8ാമത്തെ ഓവറിലെ 4ാമത്തെ പന്തിൽ അർഷദ് ഖാൻ എറിഞ്ഞ 8ാമത്തെ ഓവറിലെ 4ാമത്തെ പന്തിലായിരുന്നു രജത് പട്ടിദാർ പന്ത് ഉയർത്തിയടിക്കുകയും അത് ഓടി വന്ന് ജേസൺ ഹോൾഡർ പിടിക്കുകയും പിടിച്ച പന്ത് അങ്ങനെ വീണു. ജേസൺ ഹോൾഡർ മൈതാനത്ത് വീഴുകയും വീണ ഘട്ടത്തിൽ പന്ത് നിലത്ത് മുട്ടി എന്നാണ് വിവാദം. അത് ഏതാണ്ട് ആ വാദം ശരിവെക്കുന്ന രീതിയിലുള്ള വീഡിയോകളാണ് വന്നിട്ടുള്ളത്. വീഡിയോ റിപ്ലൈകളിൽ അദ്ദേഹം പന്ത് മൈതാനത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പന്ത് മുട്ടുന്നതായിട്ടുമുണ്ട്. പക്ഷേ തേർഡ് അമ്പയർ അത് ഔട്ട് വിധിക്കുകയായിരുന്നു. അതോടെ RCBയുടെ കോച്ച് ആൻഡി ഫ്ലവറും വിരാട് കോഹ്ലിയും തീരുമാനത്തെ ചോദ്യം ചെയ്യുകയും പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അതൊരു വലിയ വിവാദമായിട്ട് നിലനിൽക്കുന്നുണ്ട്. പ്ലെയർ ഓഫ് ദ മാച്ചായ ജേസൺ ഹോൾഡർ എടുത്ത 3 ക്യാച്ചുകൾ വലിയ വിവാദത്തിന് അടിസ്ഥാനമായിട്ടുണ്ട്. ആ ക്യാച്ച് ഒരിക്കലും തേർഡ് അമ്പയർക്ക് ഫീൽഡ് അമ്പയർ കൊടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം അമാനുഷികമായ ഒരു തെറ്റാണെന്ന്. പക്ഷേ തേർഡ് അമ്പയർ എല്ലാ സാങ്കേതിക വിദ്യകളുടെയും സഹായത്തോടെയാണ് ഒരു തീരുമാനം എടുക്കുന്നത്. എന്നിട്ടും അത് തെറ്റായ തീരുമാനമായതിലാണ് കടുത്ത അഭിപ്രായ വ്യത്യാസവും വിവാദവും പ്രതിഷേധവും വരുന്നത്. എന്തായാലും ആ ക്യാച്ച് നമ്മളും കാണുമ്പോൾ, പ്രേക്ഷകർ അത് കാണുമ്പോൾ അത് തീർച്ചയായിട്ടും അത് പന്ത് നിലത്ത് മുട്ടി, മൈതാനത്ത് മുട്ടി എന്ന് തന്നെയാണ് നമുക്കും വീഡിയോ റിപ്ലൈകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ആ നിലയ്ക്ക് അതൊരു വിവാദമായി തന്നെ തുടർന്നു. അത് ശരിയല്ലാത്ത ഒരു ക്യാച്ച് ഔട്ട് കൊടുത്തു എന്ന വാദം ശരിയാണ്. ആ വാദം വളരെ ശരിയാണെന്നാണ് നമുക്കും തോന്നുന്നത്. എന്തായാലും ആ കളി കഴിഞ്ഞു. ആ കളിയിൽ RCB തോറ്റു. ഹോൾഡർ പ്ലെയർ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്തു. പക്ഷേ ഈ വിവാദം ബാക്കി നിൽക്കുന്നുണ്ട്.